ഹലോ. രാവിലെ തന്നെ മിൽക്ക് അങ്ങ് ബോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചേ. അതിനുശേഷം പൂരിമാവ് കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് ഗോതമ്പ് പൊടിയിലേക്ക് 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നു. അങ്ങനെ ബോളാക്കി എടുത്തേ. അപ്പോഴേക്കും കരണ്ട് പോയി. പിന്നെ ഞാൻ പാലെടുത്ത് ഗ്യാസിലേക്ക് വെച്ചേ. ഗ്യാസിന് നല്ല ഷോർട്ടേജ് കാരണം ഇപ്പോൾ ഇൻഡക്ഷനിലാണ് മാക്സിമം യൂസ് ചെയ്യാറ്. അങ്ങനെ പാലൊക്കെ തിളച്ചങ്ങ് മാറ്റി വെച്ചേ. ചായക്കല്ല, കുറേ ഒഴിക്കാനാണ്, തൈരിനായിരുന്നേ. അങ്ങനെ പാലൊക്കെ തണുത്തതിന് ശേഷം അങ്ങ് ഒഴിച്ച് വെച്ചേ. അപ്പോഴേക്കും നമ്മുടെ ചപ്പാത്തി മാവ് ഇവിടെ നന്നായിട്ട് വരുവേ, നല്ല കുക്കായി വരും. അപ്പം നമുക്ക് കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ കിഴങ്ങ് സ്റ്റൂ ആണേ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് കിഴങ്ങ് കട്ട് ചെയ്തത്, സവാള, പച്ചമുളക്, ക്യാരറ്റ് എന്നിവ നന്നായി കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ടേ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, വെള്ളം എന്നിവയും കൂടെ ചേർത്ത് കുക്കർ അങ്ങ് അടച്ച് ഗ്യാസിലേക്ക് അങ്ങ് വെച്ചേ. അതവിടെ ഇരുന്ന് നന്നായിട്ട് വിസിൽ വന്ന് വേകുമ്പോഴേക്കും നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പിലേക്ക് ആവശ്യമായ തേങ്ങ, മഞ്ഞൾപ്പൊടി, പെരുംജീരകം, ഗരം മസാല, ഞാൻ ഇത്രയുമാണ് അതിന് വേണ്ടി ചേർക്കുന്നത്. ലേശം ഉപ്പ്, പിന്നെ കുതിർത്ത് വെച്ച ബദാങ്ക 5 എണ്ണം ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുത്തേ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തേ. അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നപ്പോഴത്തേക്കിനും അതിലേക്ക് കറിവേപ്പില, മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുത്തേ. അതൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് സ്റ്റൂ ഇവിടെ റെഡിയായേ. എന്നിട്ട് ചപ്പാത്തിയല്ല, പൂരി ഉണ്ടാക്കാനായിരുന്നു പരിപാടി. അപ്പോൾ പൂരി പ്രസ് എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാനൊരു ചെറിയൊരു പാത്രം വെച്ചിട്ടാണ് പ്രസ് ചെയ്ത് അത് സെറ്റാക്കി എടുത്തത്. എന്നിട്ട് എണ്ണ ചൂടാക്കി, പാനെടുത്ത് എണ്ണ ചൂടാക്കി നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ പൂരി ഇട്ട് കൊടുത്ത് നന്നായി പൊങ്ങി വന്നേ. അങ്ങനെ പൂരിയും കിഴങ്ങ് സ്റ്റൂവും റെഡിയായി. ഇതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു.